നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഈ 2026 പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം, അവിട്ടം പകുതി വരെയാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഈ 2026 വർഷത്തിൻ്റെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇടുന്നതിന് ഇത്തിരി ലേറ്റായി എങ്കിലും നിങ്ങളെ ദോഷങ്ങളെന്ത് ഗുണങ്ങളെന്തെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. മകരക്കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 7 ശനി എന്ന് പറയുന്ന ദോഷം തീർന്നിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷജനകമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വേഴഗ്രഹം 6 നിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും ശനി തീർന്നെങ്കിലും ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ലെന്ന് ക്ലേശിക്കുന്ന വിശ്വാസമായിട്ടുള്ള ജ്യോതിഷ വിശ്വാസികളുണ്ട്. വേഴ 6 നിൽക്കുന്നത്. അപ്പം അതും ഒരു ദോഷമാണോ എന്ന് ചോദിച്ചാണ്. കാരണം ഈ വേഴൻ, ശനി മുതലായ ഗ്രഹങ്ങൾ നല്ല രാശി സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് വലിയ ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പം മകരക്കൂറുകാർക്ക് ശനി 3 നിൽക്കുന്നത് കൊണ്ട് നല്ലതാണ്. ആരോഗ്യം, നിർമ്മമാനനം, ധനസമായാനം, സുഹൃസംഭവ, സാഫല്യം, സകലക്രിയാസു സതതം, ചിത്തപ്രസാദോദയെ, സ്ഥാനപ്രാപ്തി, ജനാനുരാഗ, സുയശ, സന്താനലാഭാദിർവാചാണ്. ഒരു കാര്യവും കിട്ടും. അസുഖങ്ങൾ മാറിക്കിട്ടണ വലിയൊരു കാര്യമാണ്. വലിയ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ്. ചെറിയ അസുഖങ്ങൾ എല്ലാ നിശേഷവും മാറും. നിർമ്മമാനം, രാജാവിൻ്റെ പ്രീതി, സർക്കാർ, കോടതി, അധികാരികളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, എല്ലാ തൊഴിലാളി, മുതലാളി, എല്ലാവരുടെ പ്രീതി നമുക്ക് കിട്ടും. ധനസമായാനം, ധാരാളം ധനമൊക്കെ വന്നു ചേരും. നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളെയൊക്കെ കിട്ടും. എല്ലാ കാര്യത്തിനും വിജയം, മനസ്സന്തോഷം, യശസ്, സന്താന ലാഭാദിയോ വാച, മക്കൾക്കും കുടുംബത്തിനും ഐശ്വര്യം, പിള്ളേരൊക്കെ വിദ്യയും ഉദ്യോഗവും അധികാരവും അഭിവൃദ്ധിയൊക്കെ കിട്ടി നല്ല രീതിയിൽ വരും. നമുക്ക് ജീവിതത്തിൽ എല്ലാം പോയി എന്ന് കരുതിയവരാണ് എല്ലാം കിട്ടും എന്നുള്ള പ്രതീക്ഷ. നല്ല ജോലി കിട്ടും, അധികാരം കിട്ടും, സാമ്പത്തിക നേട്ടങ്ങൾ, ബിസിനസ്, ഏജൻസി, പ്രവർത്തന രംഗങ്ങൾ, പുരോഗതി, സ്ഥാനമാനങ്ങൾ, കീർത്തി ഗുണങ്ങൾ, സന്തോഷ സമൃദ്ധമായ ജീവിതം എല്ലാം കിട്ടാൻ അതിയായ യോഗമുള്ള സമയമാണ് ഈ ശനി ഭഗവാൻ 3 സഞ്ചരിക്കും. വേഴ 6 നിൽക്കുമ്പോൾ അരിഭവനെ സഹജൈവ പ്രകൃതാം ഭക്തിയോ സ്ഥിതേ കലഹ നൃപപീഡ നിധനഗതയിൽ ലഗ്നം ദിപ്യാം വധോവേനാണ്. 3 11 പാവഗ്രഹം നിൽക്കുമ്പോൾ കൊള്ളാമെങ്കിലും ഈ 6 3 8 12 വേഴ സഞ്ചരിക്കുന്ന സമയം വളരെ കഷ്ടം. അപ്പോൾ വേഴഗ്രഹം നമുക്ക് ഈ വർഷം ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ 2026 6 മാസം വരെ 6 അപ്പോൾ 6 വേഴ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ കൂടി വരും. കടം എന്തിനു വേണ്ടിയായിരിക്കും? വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കുറച്ച് ലോണുകളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അന്നോ വാങ്ങിച്ചോ കുഴപ്പമില്ല. അതേപോലെ കുറച്ച് കടങ്ങളുണ്ടാവും, കലഹങ്ങളുണ്ടാവും. മക്കളോട് കലഹം, സഹോദരങ്ങളോട് കലഹം, പൈസ ഇടപാടി ബാങ്കുകാരോട് കലഹം, മറ്റാൾക്കാരോടൊക്കെ കലഹങ്ങളൊക്കെ ഉണ്ടായി. പൈസ തന്നെന്ന് പറയാൻ കാരണം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവനാണ്. അപ്പോൾ പുത്രർ സന്താനകാരകനാണ് വേഴ. അപ്പോൾ മക്കളുടെ വല്ല പറഞ്ഞാൽ പിള്ളേർ പറയും അച്ഛനും അമ്മയൊക്കെ മിണ്ടാതിരിക്കാൻ പാടും, ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ അവർ പറയും. ശരി, നല്ലത് തന്നെയാണ് നമ്മൾ വിചാരിക്കുമെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ചെയ്തല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ സന്താനങ്ങളുടെ ശത്രുത പോലെ നമുക്ക് തോന്നും. അങ്ങനെ സന്താനങ്ങൾ കലപിച്ച് പോവാനാ അല്ലെങ്കിൽ മരിച്ചു കളയാനൊക്കെ തോന്നുന്ന സമയമാണ് വേഴഗ്രഹം 6 നിൽക്കുമ്പോൾ. അപ്പോൾ അതൊരു കാരണമാണ്. ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം, എല്ലാം സ്നേഹിച്ചിരുന്നവരൊക്കെ ചെറിയ അകൽച്ച കാണിക്കും. ദേഹം, ശരീരത്തിന് ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നും. എങ്കിലും ശനി 3 നിൽക്കുമ്പോൾ ആരോഗ്യം കിട്ടുന്നതുകൊണ്ട് വലിയ രോഗിയാവൂല. ചെറിയ ഗുളിക കഴിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ മാറും. പിന്നെ ശത്രുത മാറ്റാൻ നിങ്ങൾ സ്നേഹം കാണിച്ചാലേ പറ്റും. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ അത് 10 മാസം വരെ 7 വരും. അപ്പോഴും നിങ്ങളെ സമയം തെളിഞ്ഞു നല്ലത് വരും.
കാരണം വ്യാഴഗ്രഹം 12 വർഷത്തിലൊരിക്കൽ 7 വരും. അപ്പോൾ 7 12 വർഷത്തിലൊരിക്കൽ വ്യാഴം വരുമ്പോൾ സൗമ്യ സപ്തമകയും വിവാഹ ഘടന എന്നാണ്. വിവാഹ സൗഖ്യവും കുടുംബ സൗഖ്യവും ഭാര്യ സൗഖ്യവും പത്ര സൗഖ്യവും ഒക്കെ കിട്ടും. 2 രാജ്യത്ത് തന്നെ കഴിഞ്ഞുകൂടുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗം വരും. അത് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു വിവാഹത്തിന് പല ജാതിക്കാരും മതക്കാരും രാഷ്ട്രീയക്കാരും സംഘടനക്കാരും സമുദായക്കാരും എല്ലാവരും കൂടി ചേരുന്ന ഒരു പുണ്യകർമ്മം ആയതുകൊണ്ട് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും പല സമുദായക്കാരുടെയും എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും സഹായവും നമുക്ക് കിട്ടും. നഷ്ടപ്പെട്ടു പോയ അധികാരം, ജോലി, പൈസ, അവസരങ്ങളൊക്കെ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് വിചാരിച്ച ചെറിയ പ്രയത്നം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടി ജയിക്കാൻ ഏത് ഇൻ്റർവ്യൂവിന് ടെസ്റ്റിന് പോയാലും അതിനൊക്കെ നമുക്ക് നല്ല മാർക്കും അംഗീകാരവും വിസകൾ കിട്ടാത്തവർക്ക്, PR കിട്ടാത്തവർക്ക്, സിറ്റിസൺഷിപ്പ് കിട്ടാത്തവർക്കൊക്കെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്കും വളരെ അനുകൂലമായ നേട്ടങ്ങളാണ്. നമ്മൾ നാട്ടിൽ താമസിക്കുന്നവർക്ക് വിദേശത്തൊന്നും പോകണമെന്ന് തോന്നും, വിദേശത്ത് താമസിക്കുന്നവർക്ക് വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും. എവിടെ പോയാലും നമ്മൾ ഉറച്ചു നിൽക്കണം. പിന്നെ ഈ കാലദേശ കുലാചാരവും കാലം ദേശം കുലം ആചാരങ്ങളും നമുക്കൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ നാട്ടിൽ യുദ്ധം നടക്കുമ്പോഴും അടി നടക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചെങ്കിലും ചിലപ്പോൾ ആ ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നാലും നിയമങ്ങളും സർക്കാരിൻ്റെ തീരുമാനങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കപ്പെടുന്നതാണ്. നമുക്ക് സമയം കൊള്ളാലോ എന്നും കൊണ്ട് അവിടെ ചെന്നാൽ ജോലിയൊക്കെ കിട്ടും. പക്ഷേ യുദ്ധമോ എന്തെങ്കിലും കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകാതാകുമ്പോഴാണ് നമുക്ക് നല്ല സമയമെന്ന് പറഞ്ഞിട്ടും നമ്മൾ കിടന്ന് കഷ്ടപ്പെടണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ അക്രമങ്ങളൊക്കെ ഉള്ള സമയത്ത് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ജോലിയും പൈസയൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തി എല്ലാം ഓക്കെ ആണെന്ന് കണ്ടെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി. അവിടെ ചെന്നിട്ട് നമുക്ക് പഠിച്ചിട്ട് അവിടെ തന്നെ ജോലി ചെയ്തിട്ട് അവിടെ തന്നെ ജീവിതം സെറ്റാക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിന് സാധിക്കാതെ വന്നാൽ അത് പിന്നെ കുഴപ്പമാണെന്ന് വിചാരിക്കുക. അല്ലാതെ നമ്മളെ പരിശ്രമം വേണം. അധികമായ നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും കിട്ടും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഉടനെ ഒരു പുരോഗതി കിട്ടിയില്ലെങ്കിലും ഇപ്പം ചെയ്യുന്ന കാര്യം പുരോഗതിക്ക് വഴി തെളിക്കുന്ന നേട്ടങ്ങൾക്ക് കോട്ടം വരാതെ രക്ഷപ്പെടാവുന്ന അവസരങ്ങൾ ഒത്തു വരുന്ന സമയമാണ്. അത് അധികമായ നേട്ടം കിട്ടും. അത് കഴിയുമ്പോൾ വേടനെന്ന് പറയുന്ന ഗ്രഹം 6-ൽ നിന്ന് മാറി 7-ൽ വന്നിട്ട് വീണ്ടും അത് 2027 ജനുവരി വരെ 8-ലോട്ട് വരും. അപ്പോൾ അവിടെയും ഒരു 10 മാസത്തിൽ കഴിഞ്ഞാൽ 11, 12. അപ്പോൾ 2 മാസം വീണ്ടും നമുക്ക് ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാലും നല്ല പ്രോഫിറ്റ് ഇല്ല, കമ്മീഷൻ ഇല്ല, സാലറി കിട്ടണില്ല, പെട്ടെന്നത് പ്രൊമോഷൻ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ജോലി കളയാതെ ഉറച്ച് നിൽക്കണം. അത് കഴിയുമ്പോൾ വീണ്ടും 7-ൽ ഉച്ചത്തിലാണ് വരുന്നത്. അപ്പോൾ ഉച്ചം എന്ന് പറയുന്നത് വളരെ ഗുണകരമായ ഒരു രാശിയാണ്. ശൃംഗസ്ഥിതേ തനുപദോ സദരസ വീരാം ജേതാം ദിഷാം കലുഭവി പ്രഥമാന തേജോ സദനം നല്ല പൈസ കിട്ടും, ഉത്സാഹം കിട്ടും. ജേതാവ് ഏത് മത്സരത്തിനും പരീക്ഷയ്ക്ക് പോയാലും വിജയിച്ച് നേടി വരുന്ന ആളാണ് ജേതാവ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യം പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചാലും അത് നമുക്ക് നേടി ജയിക്കാനൊക്കെ പറ്റും. അഭിമാനവും തേജസ്സും ഒക്കെ ഉണ്ടാകും. 2-ൽ രാഹു സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് കടങ്ങളും പലിശകളും ലോണുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലുണ്ട്. കുടുംബസ്ഥാനവും ധനസ്ഥാനവും വിദ്യാസ്ഥാനവും ഒക്കെയാണ് 2. കുടുംബത്തിൽ ചെറിയ വിരോധങ്ങൾ, കടങ്ങൾ, വിദ്യക്ക് അഡ്മിഷൻ കിട്ടിയാലും പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാർക്ക് കിട്ടണം എന്നൊക്കെയുള്ള പ്രതിസന്ധികളൊന്നും നോക്കരുത്. നിങ്ങൾക്ക് വിദ്യയിലും കാര്യത്തിലൊക്കെ വേദത്തിൻ്റെ അനുകൂലമായ സഞ്ചാരകാലം നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടും. ദൈവങ്ങളെയൊക്കെ പഠിച്ച് ദോഷങ്ങളും മാറാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. നാഗർക്കും 6 നിന്ന മഹാവിഷ്ണുവിനാണ്. ശ്രീരാമാദ്യവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജാനാണ്. അപ്പം ശ്രീരാമനെയും
ശ്രീകൃഷ്ണനെയും മത്സ്യം, കൂർമ്മം, വരാഹൻ, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദനമൂർത്തി, ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും നമുക്ക് സമയദോഷമുള്ളപ്പോഴും മാത്രമാണ്, എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കുടുംബ ദേവനെ ഒന്ന് ഭജിച്ചാൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പല കടമ്പകളും ചാടിക്കടക്കാൻ പറ്റും. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതിയും കിട്ടും. ചില ജാതകങ്ങളിൽ ജനനം തൊട്ട് മരണം വരെയും കഷ്ടപ്പാടുള്ള, ഭാഗ്യക്കേടുള്ള, ഈശ്വരാനുകൂല്യക്കുറവുള്ള ജാതകങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ജാതകമാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയത്നം ചെയ്യും. ആ പ്രയത്നിക്കുന്നതിൻ്റെ നേട്ടം മൊത്തം നമ്മൾ തൊഴിലാളിക്കായിരിക്കും. നമുക്ക് മുതലാളി ആയിരുന്നാൽ പോലും ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന മെച്ചം പോലും കിട്ടാതെയൊക്കെ പോകും. അപ്പോൾ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതിനെന്തെങ്കിലും കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പരിഹാരങ്ങളും പ്രാർത്ഥനകളൊക്കെ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് സീറോയിൽ നിന്ന് നമുക്ക് ഹീറോ ആവാൻ പറ്റുന്നത്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും കർത്തവാവ് തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, പിതൃക്ക് ബലി, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, സർപ്പപൂജകൾ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, തേന്, കരിക്ക്, പനനീര്, ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള പൂജകളും അഭിഷേകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണത് നല്ലതാണ്. കാരണം നമുക്ക് ഈ വേഴത്തിൻ്റെ സ്ഥിതി നല്ലതാണ്, ഏഴാണ്ട ശനി തീർന്ന് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 7.5 വർഷം കൊണ്ട് നടക്കാത്ത അല്ലെങ്കിൽ നേടാൻ പറ്റാത്ത ഭാഗ്യങ്ങളൊക്കെ നേടി ജയിച്ച് കുടുംബത്തിനും പിള്ളേർക്കും സമ്പത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യമുണ്ട്. ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഇതൊക്കെ നമുക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചനകളോ പൂജകളോ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങളും വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭ സ്വാമിയുടെയൊക്കെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.